ലീഡേഴ്സ് മോർണിംഗിൽ ഇന്ന് നമുക്കൊരു വിശിഷ്ടാതിഥിയാണ്. പല അതിഥികളും രാവിലെ ലീഡേഴ്സ് മോർണിംഗിൽ ഇങ്ങനെ എത്താറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് തീർച്ചയായും ഒരു വിശിഷ്ടാതിഥി എന്ന് മാത്രമല്ല, തീർച്ചയായും പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില ഉത്തരങ്ങൾ ഇന്ന് അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ്. മറ്റാരുമല്ല, CPIM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററാണ് ഇന്ന് നമ്മോടൊപ്പം ലീഡേഴ്സ് മോർണിംഗിൽ പങ്കെടുക്കുന്നത്. മാഷേ, ഗുഡ് മോർണിംഗ്. ലീഡേഴ്സ് മോർണിംഗിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പക്ഷേ ഇതിപ്പോൾ സാധാരണ രാവിലെ 8 മണി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ 8:30 ആകുമ്പോഴേക്ക് വളരെ ആക്റ്റീവായി രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇറങ്ങുന്ന സമയമാണ്. മാഷിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? എപ്പോഴത്തേക്കാണ് സജീവമാകുക രാവിലെ? ഞാൻ രാവിലെ 6 മണി മുതലേ സജീവമാകും. അപ്പം നമ്മളൊക്കെ ഉറക്കം തെളിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴേക്കും മാഷ് സജീവമായി കഴിഞ്ഞു. തീർച്ചയായും അത് തന്നെയാണ് രാഷ്ട്രീയ നേതാക്കളുടെ വലിയ വിജയരഹസ്യം, അല്ലേ? അയ്യോ. മാഷെ, എന്തായാലും കേൾക്കാമെന്ന് തോന്നുന്നു. എനിക്ക് പ്രധാനമായും ഇന്നിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായും കഴിഞ്ഞ ദിവസം മാഷ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണങ്ങളോടും അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളോടുമൊക്കെ പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ മലപ്പുറം പരാമർശത്തെയൊക്കെ തള്ളി പറഞ്ഞു. പക്ഷേ അതിനുശേഷവും അദ്ദേഹം ഒരു വാർത്താസമ്മേളനം നടത്തി മാധ്യമപ്രവർത്തകനായ റഹീസ് തീവ്രവാദിയാണ് എന്നൊക്കെ ആരോപിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. വീണ്ടും ക്ഷുഭിതനാകുന്നു. വർഗീയമായി തന്നെയുള്ള പരാമർശങ്ങളിലേക്ക് തുടർന്നും അദ്ദേഹം പോകുന്നു. ഇപ്പോഴും മാഷ് ആ ഒരു ആനുകൂല്യത്തോടെ തന്നെയാണോ വെള്ളാപ്പള്ളി നടേശനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നത്? അല്ല, ഞങ്ങളാരെങ്കിലും എന്തെങ്കിലും ഒരു ആനുകൂല്യം നൽകാതിരിക്കുകയോ എന്നതല്ല പ്രശ്നം. ഇങ്ങനെയുള്ള പൊതുവായ പ്രതികരണങ്ങളോട് CPIM-ൻ്റെ നിലപാടെന്താണ് എന്നുള്ളതാണ് ഗൗരവപൂർണമായ കാര്യം. ഞാനത് വളരെ വ്യക്തമായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന SNDP-യുടെ നേതാവും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നൊരു വ്യക്തിയും എന്ന നിലയിൽ അദ്ദേഹം പല സന്ദർഭത്തിലും എടുക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യ സംവിധാനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിനോടും എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ സഹകരണവും അദ്ദേഹത്തിന് പരിപൂർണമായ പിന്തുണയും നൽകുന്ന ഒരു നിലപാടാണ് ഞങ്ങൾ ഇതേവരെ സ്വീകരിച്ചത്. എന്നാൽ അതേസമയം തന്നെ അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള തെറ്റായ പ്രവണതകളെയോ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു തരത്തിലും ന്യായീകരിക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ തന്നെ നിലപാടാണ്. അപ്പോൾ ഈ ഒരു പൊതുവായ സമീപനമാണ് ആ കാര്യത്തിൽ CPIM കൈകാര്യം ചെയ്യുന്നത്. മാഷെ, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ ചോദിച്ചാൽ, ഇപ്പോൾ VS അച്യുതാനന്ദൻ ഇത്തരം പരാമർശങ്ങളൊക്കെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ കാലത്ത് അദ്ദേഹത്തെ ഷൈലോക്കിനോടാണ് ഉപമിച്ചത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചത് കേരള തൊഗാഡിയ എന്നാണ്. ഇപ്പോഴും അദ്ദേഹം ആ വിദ്വേഷ പരാമർശങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ മാഷ് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള മതനിരപേക്ഷമായ നിലപാടൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അപൂർവമായി ആ സംഘടന എന്ന നിലയ്ക്ക് സ്വീകരിക്കേണ്ടി വരുമ്പോൾ സ്വീകരിക്കുന്നതിനപ്പുറത്ത് വ്യക്തി എന്ന നിലയിൽ ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുമ്പോൾ അതിനോട് നേരത്തെ പാർട്ടി പ്രതികരിച്ച രീതിയിൽ വളരെ ഉറപ്പുള്ള ഒരു പ്രതികരണം ഉണ്ടാവുന്നില്ല എന്ന പരാതി പൊതുവെ ഉയരുന്നുണ്ട്. അത് വാസ്തവമല്ലേ? ഒരു വാസ്തവുമില്ല. ഞങ്ങളിപ്പോഴും കൃത്യമായ നിലപാടാണല്ലോ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോട് ഞങ്ങൾക്കുള്ള പ്രതികരണമാണ് പറഞ്ഞത്. ആ പ്രതികരണം ശരിയായ രീതിയിൽ മതനിരപേക്ഷ അതാണ് അടിസ്ഥാനപരമായ കാര്യം. മതനിരപേക്ഷ ഉള്ളടക്കം, ഫെഡറൽ സംവിധാനം, ജനാധിപത്യ രീതി, ഇതിനോടെല്ലാം യോജിച്ച നിലപാട് സ്വീകരിക്കുമ്പോൾ അത് യോജിച്ച നിലപാട് തന്നെയാണ് എന്നും, അങ്ങനെ അല്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആ നിലപാടിനോട് യോജിപ്പില്ല എന്നും ഉറപ്പിച്ച വ്യക്തമായി പറയുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി നിലപാട്. അതിലൊരു വിട്ടുവീഴ്ചയും അന്നും ഇന്നും ഞങ്ങൾ നിർവഹിക്കുന്നില്ല.
തീർച്ചയായും. ഇപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ സജീവമായി നിൽക്കുന്ന കാലത്ത് നമ്മൾ കാണുന്ന കാഴ്ച, ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു കാഴ്ച എന്ന് പറയുന്നത് BDJS എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതൊരു പക്ഷേ സംഘപരിവാറിൻ്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായി തന്നെ രൂപപ്പെട്ടതാണ്. അതിൻ്റെ നിലപാടുകളും അതിൻ്റെ അവസരവാദമാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അവതരിപ്പിക്കുകയും അതിൻ്റെ കൊടി കൈമാറുകയും ചെയ്ത ആൾ വെള്ളാപ്പള്ളി നടേശനാണ്. പിന്നീട് അദ്ദേഹം എനിക്ക് ഈ പാർട്ടിയുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും ഇപ്പോഴും BDJSനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയുന്നത് BDJSൻ്റെ നേതാക്കളല്ല, വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. അത് ആ സോഷ്യൽ എഞ്ചിനീയറിങ് ഫലപ്രദമായിരുന്നു എന്നത് 2016 മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലായി BJPക്ക് അത് ഏത് തരത്തിലുള്ള നേട്ടമുണ്ടാക്കി എന്നതൊക്കെ ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണോ പാർട്ടി ഈ സമീപനം സ്വീകരിക്കുന്നത്? അതിൽ ഞങ്ങൾക്ക് BDJS എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവരോടുള്ള കടുത്ത രീതിയിലുള്ള എതിർപ്പ് ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടിതമായ ഒരു പ്രസ്ഥാനമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അത് കൂടുതൽ ദുർബലപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്കെല്ലാം അറിയുന്നത് പോലെ BJPയോടൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയെ ജനാധിപത്യപരമായ രീതിയിലോ മതനിരപേക്ഷ ഉള്ളടക്കത്തോടോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. തികച്ചും വർഗീയ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരിപ്പോഴും നിലകൊള്ളുന്നത്. അതിനെ ന്യായീകരിക്കുന്നവർ ഉൾപ്പെടെയുള്ളവരെ സ്വാഭാവികമായിട്ടും അവരുടെ സമീപനം എന്താണ് എന്ന് രാജ്യത്തിൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. ഇപ്പോൾ ആ പ്രസ്ഥാനത്തെ അങ്ങനെ നമുക്ക് ലളിതമായി വിലയിരുത്തി പോകാൻ കഴിയുമോ? കാരണം സ്വാഭാവികമായും ചരിത്രപരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ലളിതമായിട്ടൊന്നുമല്ല വിലയിരുത്തിയത്. ഞാൻ പറഞ്ഞത് കേട്ട് അത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ലളിതമൊന്നുമല്ല. ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന BJPയോടൊപ്പം നിൽക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ അതിനെ കൃത്യമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മനസ്സിലാക്കാനും പറയാനും അളക്കാനും സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് പറഞ്ഞത്. അതെ. ഇപ്പോൾ BJPയുടെ ഒരു പരീക്ഷണമൊക്കെ നമുക്കറിയാം, സംഘപരിവാറിൻ്റെ ഒരു പരീക്ഷണമൊക്കെ നമുക്കറിയാമല്ലോ മാഷേ. ഇപ്പോൾ ഒരു കാലത്തും ഈ SNDP നേതൃത്വമോ അവരുടെ പ്രവർത്തകരോ ഒന്നും BJPയുമായി സഹകരിക്കാതെ നിൽക്കുന്ന കാലത്താണ് BDJS എന്നുള്ളൊരു രാഷ്ട്രീയ പരീക്ഷണം ഉണ്ടാവുന്നത്. ഇപ്പോൾ BDJSന് ആകെപ്പാടെ കേരളത്തിൽ 5 വാർഡ് മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ NDAക്കൊപ്പം നിൽക്കുമ്പോൾ. പക്ഷേ BJPക്ക് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. ഇഴവർക്കിടയിൽ നിന്ന് വോട്ട് BJPക്ക് ലഭ്യമാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് ഇവരെ അണിനിരത്താൻ ഈ BDJSലൂടെ സംഘപരിവാറിന് കഴിയുമ്പോഴാണല്ലോ. അപ്പോൾ അങ്ങനെ സൂക്ഷ്മമായി ആഴത്തിലുള്ള ഒരു ഇടപെടൽ സംഘപരിവാർ നടത്തുമ്പോൾ അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ഒരാൾ എന്ന നിലയ്ക്ക് വെള്ളാപ്പള്ളി നടേശനെ ഏതെങ്കിലും തരത്തിൽ പാർട്ടി വിലയിരുത്തുന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ഉള്ളതുപോലെ കാണുക എന്നുള്ളത് മാത്രമേ നോക്കേണ്ടിയുള്ളൂ. ഇവിടെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. RSSും BJPയും ഒക്കെ കേരളത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ പ്രയോഗം തന്നെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ BJP യഥാർത്ഥത്തിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് NDA ആയാലും BJP ആയാലും വലിയ രീതിയിൽ മുന്നോട്ട് പോയി 25% വോട്ടും അതുപോലെ തന്നെ 25% സ്ഥാപനങ്ങളുമൊക്കെ നേടുമെന്ന് അമിത്ഷാ വന്ന് തൃശ്ശൂരിൽ പ്രഖ്യാപിച്ചതിന് ശേഷം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള വോട്ട് പോലും നേടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരവസ്ഥയാണ് BJP അഭിമുഖീകരിക്കുന്നത്. BJPക്ക് മുമ്പ് തന്നെ 16%-ലധികം വോട്ടുണ്ട്. വാജ്പേയി ഉള്ള സന്ദർഭത്തിൽ നടന്ന മത്സരത്തിൽ പോലും കേരളത്തിൽ ഏതാണ്ട് 16% വോട്ടുള്ളവരാണ് BJP. ആ BJP ഈ എല്ലാ കുതന്ത്രങ്ങളും നടത്തിയിട്ടും യഥാർത്ഥത്തിൽ ഇപ്പോഴും എവിടെയാണ് നിൽക്കുന്നത് എന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് കണക്കറിയാലോ. അപ്പോൾ ആ രീതിയിൽ വലിയ മുന്നേറ്റം ഭരണത്തിൻ്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തെ ഉപയോഗിച്ച്, അതുപോലെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വലിയ മുന്നേറ്റം ഞങ്ങൾ നടത്തും എന്നെല്ലാം അവകാശവാദം ഉന്നയിക്കുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷ ഉള്ളടക്കത്തോടു കൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ വർഗീയ ശക്തികൾക്ക് കേരളത്തിൻ്റെ മണ്ണിൽ ഒരു പ്രാധാന്യവും നൽകാൻ തയ്യാറില്ല എന്നതാണ് മഹാഭൂരിപക്ഷം വരുന്ന ഈ കേരളത്തിലെ ജനങ്ങളുടെയും മാനസികാവസ്ഥ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് 15% പോലും വോട്ട് നേടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. മുമ്പ് 16% എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാജ്പേയിയുടെ കാലഘട്ടം മുതലേ ഉള്ളതാണ്.
അതിൻ്റെ അപ്പുറത്ത് വലിയ രീതിയിൽ ഞങ്ങൾ മുന്നേറും. 25% എത്തും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഏതാണ്ട് 19% ഉണ്ടായിരുന്നു. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ 11 സീറ്റ് ഉണ്ടായിരുന്നു. CPIഎമ്മിനേക്കാളും ഒരു 7-8 സീറ്റ് ഞങ്ങൾ വേറെയും കൂടി കൂട്ടിയാൽ 10-18 സീറ്റിൽ ഞങ്ങൾ മുമ്പിലാണ് എന്നൊക്കെയായിരുന്നല്ലോ അവർ വാദിച്ചുകൊണ്ടിരുന്നത്. എന്തേ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ? അതിൽ നിന്നെല്ലാം നല്ലപോലെ പിന്നോട്ടേക്ക് പോവായിരുന്നു. നിങ്ങൾ മാധ്യമങ്ങൾ അത്രത്തോളം ഗൗരവത്തോടുകൂടി അതിനെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ നല്ലതുപോലെ പിന്നോട്ട് പോകും. ഇനിയും പിന്നോട്ടേക്ക് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു മതനിരപേക്ഷ കേരളം, ഈ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും, അത് ഏത് മത ജാതി വിഭാഗമായാലും അവർക്കെല്ലാം സാഹോദര്യത്തോടു കൂടി ജീവിച്ച് മുന്നോട്ടേക്ക് പോകാൻ, അവരവരുടെ ആഘോഷങ്ങൾ ഫലപ്രദമായിട്ട് നടത്തി മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം ഈ കേരളമാണ്. വർഗീയ കലാപങ്ങളില്ലാത്ത ഒരു നാട്, സമാധാനത്തോടെ മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നൊരു സംസ്ഥാനം, അതാണ് കേരളം. ആ കേരളത്തെ കലുഷിതമാക്കുന്നതിന്, വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ട ഒരു സംവിധാനമാണ് ഈ വർഗീയ ധ്രുവീകരണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്ന RSSഉം സംഘപരിവാർ വിഭാഗങ്ങളും. അതിനെ നിശിതമായി എതിർത്തുകൊണ്ടല്ലാതെ കേരളത്തിലെ മതനിരപേക്ഷ ഉള്ളടക്കം മാത്രമല്ല, ഈ കേരളത്തെ തന്നെ നിലനിർത്താൻ സാധിക്കാത്തതാണ് നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ. അപ്പോൾ കേരളത്തെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും, അത് ഇന്ന വിഭാഗമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാ ജനവിഭാഗങ്ങളും ഈ കൃത്യമായിട്ടുള്ള വിഷം, ഈ വർഗീയ വിഷം, അത് ഈ കേരളത്തിലേക്ക് അടിച്ച് കയറ്റാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തെ പ്രതിരോധിക്കുന്നുണ്ട്, നല്ലപോലെ പ്രതിരോധിക്കുന്നുണ്ട്. ഇനിയും നല്ലപോലെ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്. അപ്പോൾ മാഷെ, അതായത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥിതി വെച്ച് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചത്. കാരണം ചില ഈഴവ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വോട്ട് ചോർന്നു എന്നുള്ള, പാർട്ടിക്ക് വന്നുകൊണ്ടിരുന്ന വോട്ട് ചോർന്നു എന്നുള്ള പൊതുവിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ പോയതുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത്. മാത്രമല്ല, ഏതാണ്ട് 10-22 മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന 1, 2, 3 സ്ഥാനത്തേക്കൊക്കെ എത്താൻ കഴിയുന്ന തരത്തിലേക്ക് BJPക്ക് വോട്ടിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ലഭ്യമായിരുന്നു. അങ്ങ് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ വലിയ തോതിലുള്ള വോട്ട് ഇടിവുണ്ടായിട്ടുണ്ട് BJPക്ക്. കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു കാട്ടി മാത്രമാണ് തൽക്കാലം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ഇതെല്ലാം വാസ്തവമായിരിക്കെ തന്നെ നമ്മുടെ വിഷയം ഇവിടെ ഈ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരിലേക്ക് എത്തുമ്പോഴുള്ള പ്രശ്നമാണ്. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ചോദിക്കട്ടെ, ഈ ഇന്നലെ നടന്ന പരാമർശമുണ്ടല്ലോ വെള്ളാപ്പള്ളി നടേശൻ്റെ, അതായത് ഈ റഹീസ് റഷീദ് എന്ന മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയാണ് എന്ന് ആരോപിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടിനോട് എന്താണ് പ്രതികരണം? എനിക്ക് യോജിപ്പില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതെല്ലാം. അതിപ്പോൾ ഓരോന്നോരോന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോട് അങ്ങനെ ഞാൻ ചോദിക്കാൻ ഒരു കാരണമുണ്ട് മാഷേ. കേട്ട് ഒന്നും കൂടി വിശദീകരിക്കാം. ഒരു കാരണവുമില്ല. കാരണം ഞാൻ പറയാം, കാരണം കൂടെ ഞാൻ പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ മാഷിന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അത് വേറൊന്നുമല്ല, ഇപ്പോൾ നൗഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാൻഹോളിലെ ദുരന്തത്തിന് ശേഷം മരിച്ചു പോകുമ്പോൾ അത് ഒരു മുസ്ലിം ആയാൽ മാത്രമാണ് ഇവിടെ മരിക്കാൻ കഴിയുക, മരിച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാവുക എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ അതിനെതിരെ കേസ് കൊടുത്തത് ആരാണ്? അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരനാണ്. VM സുധീരൻ കേസ് കൊടുക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഭരിക്കുമ്പോൾ VM സുധീരൻ കേസ് കൊടുക്കുന്നു. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ്. അന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കുന്നുണ്ട്. ഇത് സമീപകാല ചരിത്രമാണ് കേരളത്തിൽ. സമാന സ്വഭാവമുള്ള പ്രസ്താവന ഇപ്പോഴും നടത്തുമ്പോൾ പാർട്ടിയുടെ പ്രതികരണം, CPIഎമ്മിൻ്റെ പ്രതികരണം ദുർബലമാണ് എന്ന് വിലയിരുത്തിയാൽ അത് കുഴപ്പമാവുമോ? അത് നിങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ വിലയിരുത്താം. ഞങ്ങൾക്ക് ആ വിലയിരുത്തലിൻ്റെ കാര്യമായിട്ട് അതിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. CPIഎമ്മിൻ്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കടന്നാക്രമിക്കുക, അതിന് വർഗീയമായ ചൊവ്വ ഉപയോഗിക്കുക എന്നുള്ളതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അന്നുമില്ല, ഇന്നുമില്ല. യോജിപ്പില്ലായ്മ മാത്രമേ ഉള്ളൂ, ഒരു പ്രതിഷേധം അതിലില്ല. അല്ലേ, യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ അത് പ്രതിഷേധമല്ലേ? യോജിപ്പില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? അതിനോട് യോജിച്ച് നിൽക്കുമ്പോഴല്ലേ അതിൽ ഒപ്പം ചേരുക. ഞങ്ങളതിനെ എതിർക്കുക തന്നെയാണ്. അതിൻ്റെ ആ നിലപാടിനോട് യോജിപ്പില്ല. തീർച്ചയായും. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ പിന്നിലുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നേ ഉള്ളൂ. ആ കേസിൻ്റെ സ്ഥിതിയും ആ കേസ്, ആ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി എല്ലാം കൈകാര്യം ചെയ്ത് കേസ് എന്തായി എന്നുള്ളത് എന്താ പറയാതെ അല്ല, തീർച്ചയായും. പക്ഷേ അതൊരു സമീപനമാണ്. ഒരു സമീപനം എന്ന നിലയ്ക്ക്, ഒരു സമീപനം എന്ന നിലയ്ക്ക് ഞാനിതിപ്പോ ആ കാര്യത്തിലെ പറഞ്ഞത് അത് ആളെ നിങ്ങളെ മാധ്യമങ്ങളെയും ജനങ്ങളെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു പ്രചരണ തന്ത്രമാണ്. അത് മാധ്യമങ്ങൾ തിരിച്ചറിയണം.
അപ്പോൾ കേരള തൊഗാഡിയ പിണറായി വിജയൻ വിളിച്ചതിനെയും ഷൈലോക്ക് എന്ന് വി എസ് അച്യുതാനന്ദൻ വിളിച്ചതിനെയും മാധ്യമങ്ങൾ അങ്ങനെ തന്നെ കാണണമെന്നാണോ മാഷ് പറയുന്നത്? മാറുന്നു. അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാനത് ശക്തിയായി എതിർത്തല്ലോ. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ലാതെ ഞാൻ വൃത്തിയാക്കിയല്ലോ. അതിപ്പോൾ ആര് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അത് ഇന്നയാൾ നിന്നുള്ളില്ല, ആര് പറഞ്ഞാലും. പരാമർശങ്ങളൊന്നും ഈ സമൂഹത്തിന്റെ മതനിരപേക്ഷ ഉള്ളടത്തിന് യോജിച്ചതല്ല. പിന്നെ കേസെടുക്കണോ കേസെടുക്കണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ സംവിധാനങ്ങളുമാണ്. കേസ് കൊണ്ട് മാത്രം ഒന്നും തന്നെ മാറില്ല എന്നുള്ളതിന് തെളിവാണല്ലോ ഇപ്പോഴും അദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ട് കേസ് എടുത്തു എന്ന് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുകയും എന്നിട്ട് ആ കേസ് എന്തായി? അതെന്താ നിങ്ങൾ അന്വേഷിക്കാതെ തീർച്ചയായും അല്ല, അതാണ് അതിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അതെന്താ കാര്യം? അതാ കാര്യം. അപ്പോൾ എന്തിനു വേണ്ടി? പ്രചരണത്തിന് വേണ്ടിയിട്ടാണ്. പ്രചരണ മൂല്യം മാത്രമേ അതിനുള്ളൂ. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലൊരു കേസ് കൊടുക്കണമെന്നല്ല, പക്ഷേ ഒരു സമീപനമുണ്ടല്ലോ. അതിലൊരു പ്രതിഷേധമുണ്ടെങ്കിൽ ആ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഒരു സമീപനം, ആ നിലയ്ക്ക് സമീപനം വ്യക്തമാക്കിയല്ലോ. അതെ, സമീപനം വളരെ വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞു. ഇനിയിപ്പോൾ അതിൽ ഏതെങ്കിലും വ്യക്തതയില്ലാതെ ഏതെങ്കിലും ഭാഗം കൊണ്ടോ ചോദിച്ചാൽ പറയാം. റൈറ്റ്. എനിക്ക് നമുക്ക് സമയം കുറവായതുകൊണ്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ഇപ്പോൾ വ്യക്തതയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാര്യം ഇപ്പോൾ കോൺഗ്രസ് വരുന്ന ഫെബ്രുവരി ആദ്യ വാരത്തോടെ തന്നെ ആദ്യഘട്ട പട്ടിക പുറത്തുവിടാൻ തക്കവണ്ണമുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നു എന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ടുള്ള ആലോചനാ യോഗങ്ങളൊക്കെ വയനാട്ടിൽ നടക്കുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളുടെ ചർച്ചകളിലേക്ക് പോകുന്നു എന്നാണ്. ഇപ്പോൾ CPIM സംബന്ധിച്ചിടത്തോളം തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ CPIM ഒരു കനത്ത തിരിച്ചടി എന്ന് വിലയിരുത്തുന്നില്ലെങ്കിലും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലും കാരണങ്ങളും കണ്ടെത്തിയതിന് ശേഷം സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്കൊക്കെ പോകുമ്പോൾ കുറേ വൈകില്ലേ? തിരഞ്ഞെടുപ്പ് വളരെ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ആലോചനകളിലേക്ക് എപ്പോഴാണ് കിടക്കുക? ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ച് മുമ്പോട്ടേക്ക് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇനി അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇമ്മാസത്തോടു കൂടി തന്നെ പൂർത്തിയാവും. തുടർന്ന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയും ചെയ്യും. ഇത്തവണ ഈ മുന്നണികളുടെ സീറ്റുകളുണ്ടല്ലോ, അത്തരം സീറ്റുകൾ ഇപ്പോൾ CPIയുടെ ചില സീറ്റുകൾ CPIM ഏറ്റെടുക്കാനുള്ള ആലോചന നടക്കുന്നു എന്നൊക്കെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അത്തരം ആലോചനകൾ എന്ന മട്ടിൽ ഈ മറ്റ് ചെറു പാർട്ടികളിൽ നിന്ന് ചില മണ്ഡലങ്ങൾ ഏറ്റെടുത്തേക്കുന്നൊക്കെ ഈ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ആലോചനയുണ്ടോ ഈ ഘട്ടത്തിൽ? അതൊക്കെ വാർത്തകളുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതൊന്നും ഞങ്ങൾ ആലോചിച്ച കാര്യമല്ല. CPIMോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ സീറ്റുകളെ സംബന്ധിച്ചോ അതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും നിലപാടുകളെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല, നടത്തി കഴിഞ്ഞിട്ടുമില്ല. ഓരോരുത്തരും ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നും യാതൊരു കഥയുമില്ല. തീർച്ചയായും. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും ചർച്ചയായ ഒരു വിഷയം ശബരിമലയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. വേണ്ടത്ര നടക്കുന്നില്ല. വേണ്ടത്ര നടക്കുന്നില്ല. അങ്ങനെ ഒരു പരാതിയുണ്ടോ? ഇപ്പോൾ വേണ്ടത്ര നടക്കുന്നില്ല. അത് അങ്ങനെയാണെങ്കിൽ അത് UDFിൻ്റെയും പരാതിയാണ്. അന്വേഷണം വേണ്ടത്ര മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് UDFിൻ്റെയും പരാതി. എല്ലാറ്റിനും ഒരു കാര്യകാരണ നിയമമുണ്ടല്ലോ. എല്ലാറ്റിനും ഒരു കാര്യകാരണ നിയമമുണ്ട്. ആ കാര്യകാരണ നിയമം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ മാധ്യമങ്ങൾ ഇപ്പോൾ കുറേശ്ശെ പിന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും വളരെ ലളിതമായ കാര്യം മുഖ്യമന്ത്രി ചോദിച്ചതാണ്. കട്ടയാളും കൊള്ള മുതൽ വാങ്ങിയയാളും സോണിയാഗാന്ധി പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിത വലയത്തിൽ ജീവിക്കുന്ന ഒരാളെ ഒരു പ്രമുഖ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള അടൂർ പ്രകാശിൻ്റെയും ആൻ്റണിയുടെയും MP സാന്നിധ്യത്തിൽ എന്തിന് കണ്ടു, ആരാണ് ആ കാഴ്ചക്ക് ഉത്തരവാദികളായത് എന്നത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമല്ലേ. ആ ചോദ്യം എന്തേ മാധ്യമങ്ങളുടെ മുമ്പിൽ ഗൗരവമുള്ള ചോദ്യമായിട്ട് വരാതിരിക്കുന്നത്? എന്തേ അവതരിപ്പിക്കാതിരിക്കുന്നത്? സ്വർണ്ണപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ട കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി അതിൻ്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒപ്പം നിർത്തി സോണിയാഗാന്ധിയെ പോലുള്ള ഒരാളെ സന്ദർശിക്കുന്നതിന്
MP ഉൾപ്പെടെ അടൂർ പ്രകാശൻ ഉൾപ്പെടെ ആൻഡോ ആന്റണി ഉൾപ്പെടെ ഈ രണ്ടാളെയും, ബെല്ലാരിക്കാരനെയും അതായത് ജ്വല്ലറി ഉടമയെയും, അദ്ദേഹമാണ് ഇത് വാങ്ങിയത്, അദ്ദേഹത്തെയും അതുപോലെ തന്നെ കട്ടുകൊണ്ടുപോയ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റി എന്നാണല്ലോ. ആരാ കയറ്റിയത്? ഗൗരവപൂർണമായ ചർച്ച നിങ്ങൾ നടത്തേണ്ടതായിരുന്നു, നടത്തുന്നില്ല. ഈ ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നുണ്ട് കേട്ടോ. കോൺഗ്രസ് ആ കാര്യത്തിൽ വ്യക്തമായ ഉത്തരം നൽകുന്നില്ല എന്നതുകൊണ്ടാണ് ആ ചോദ്യം മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതെ, നൽകുന്നില്ലെങ്കിൽ നൽകുന്നതുവരെയുള്ള ചർച്ചകൾ തുടരുമല്ലോ സാധാരണ. മറ്റേ ഞങ്ങളൊക്കെ പറ്റിയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ പാടിയിട്ടുണ്ട്. ഈരടികളൊക്കെ ഞങ്ങൾക്ക് എതിരായിട്ടാണെന്നല്ല, ഇപ്പോൾ ഈരടികളിൽ അവർക്കെതിരായിട്ട് വരികയില്ലേ? വ്യക്തമാണ്. പക്ഷേ ഇതിൽ ഈ അന്വേഷണത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പൊ പോറ്റിയെ കയറ്റിയയാൾ അതാരാണെന്ന് ചോദിച്ചാൽ കൃത്യമായി തന്ത്രിയാണെന്നുള്ളത് മാധ്യമങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പൊ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഇതിങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് ആ വഴിക്ക് അന്വേഷണം നീങ്ങുന്നില്ല എന്നുള്ള ഒരു പരാതി മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് പാർട്ടി ശ്രദ്ധിക്കുന്നുണ്ടോ? ഞങ്ങൾക്കിതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ ആദ്യം മുതലേ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ തന്നെയാണ് ഞങ്ങളിപ്പോഴും ഉള്ളത്. അതായത് ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. ആരാണോ അതിന് ഉത്തരവാദി അവരെ ഓരോരുത്തരെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. അവരാരായാലും അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കോ ഗവൺമെൻറ്റിനോ ഇല്ല. ഈ 3 ഭാഗമാണ് SIT അന്വേഷണം വേണം എന്ന് പറഞ്ഞ പത്രസമ്മേളനം മുതൽ ഞങ്ങൾ വിശദീകരിച്ചത്. അതിപ്പോഴും അതേപോലെ തന്നെ തുടരുകയാണ്. ഏതെല്ലാം തലത്തിൽ ആരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കേസിൻ്റെ ഭാഗമായി കൈകാര്യം ചെയ്യണോ അവരെല്ലാം കൈകാര്യം ചെയ്യണം. ആരെന്നുള്ള പ്രശ്നമില്ല. ആരായാലും അവരെ ആരെയും ഞങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യില്ല. ഇതാണ് ഉറച്ച നിലപാട്. ആ നിലപാടാണ് ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞത്. ഞങ്ങളതിൽ മാറ്റം വരുത്തിയില്ല. എന്നാൽ ചിലരിപ്പോൾ മാറ്റം വരുത്തി തുടങ്ങി. കാരണം അവരിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് കണ്ടപ്പോൾ ഉത്തരം മുട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് മുമ്പത്തെ പോലെ ആർജവത്തോടുകൂടി കാര്യങ്ങൾ പറയാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു. അവസരവാദ നിലപാടുകൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കൃത്യമായ നിലപാടാണ് അന്നും ഇന്നും ഈ കാര്യത്തിൽ. റൈറ്റ്. ഇനിയിപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഒക്കെ കടന്നാൽ പലരും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വിലയിരുത്തലുകളും ഒക്കെ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ പൊതുവിലയിരുത്തലായി വരുന്ന ഒരു കാര്യമുണ്ട്. അത് ഇടതുമുന്നണി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ 2 ടേം എന്നുള്ളത് മാറ്റിവെച്ച് 3 ടേം മത്സരിക്കാൻ ചില സ്ഥാനാർത്ഥികൾക്കെങ്കിലും ചില MLA മാർക്കെങ്കിലും ഒക്കെ ഒരു അവസരം കൊടുത്താൽ അവിടെ വിജയിച്ചു വരാൻ ജയസാധ്യത പിന്നെയും നിലനിൽക്കുകയാണ് എന്ന മട്ടിൽ. അപ്പോൾ അങ്ങനെ ഒരു വിലയിരുത്തൽ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും ഒക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയിലും ആലോചന ആ വഴിക്കായിരിക്കുമെന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ആ ഇളവുണ്ടാകുമോ അതോ എങ്ങനെയാണ് പാർട്ടിയുടെ ആലോചന? ഞാൻ ആ കാര്യം പറഞ്ഞു. ഞങ്ങളത് ആലോചിച്ച് തുടങ്ങിയിട്ടേ ഇല്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ടേംസ് എന്താണ്, അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചു പോകുന്ന കോൺഗ്രസ് ഇന്നു മുതൽ ആലോചനയും തീരുമാനവും ഒക്കെ എടുക്കാനിരിക്കുകയാണ്. ഒന്നും ഭയപ്പെടേണ്ട ഒരു വൈകി പോലും ഇല്ല. അതൊക്കെ ഇന്നലത്തെയൊക്കെ വാർത്ത മനസ്സിലാകുന്നുണ്ടല്ലോ. ആരൊക്കെയാണ് മത്സരിക്കാൻ പോകുന്നത്, അതിൻ്റെ ത്വരയെന്താണ് എന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാ പഴയ നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും ഉൾപ്പെടെ രംഗത്തിറങ്ങി വന്നിരിക്കുകയാണ്. അവരെല്ലാമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംഘർഷാത്മകമായ ഒന്നായിരിക്കും UDFനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള പ്രശ്നം. അപ്പോൾ ഇപ്പോഴും വയനാട് ചേർന്ന് ഞങ്ങൾ ഇതെല്ലാം തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാലും ഈ അടി വേഗമൊന്നും തീരൂല. പക്ഷേ 2 ടേം എന്നത് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടായിരിക്കെ ഇത്തവണ പക്ഷേ 3 ടേം ആക്കുമോ എന്ന കാര്യത്തിൽ ഒരു നിലപാട് ഈ ഘട്ടത്തിൽ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ ആലോചന ഉണ്ടായേക്കാം എന്ന് തന്നെയാണല്ലോ. അതേയല്ല ഞങ്ങളത് ചർച്ച ചെയ്തിട്ടേ ഇല്ല. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും ക്രൈറ്റീരിയ അതാത് സന്ദർഭത്തിൽ തീരുമാനിക്കുന്നതാണ്. ആത്യന്തികമായിട്ട് ഇതാണ് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ളത് കരുതേണ്ടിയില്ല. ഓരോ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ വരുന്ന സാഹചര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ ക്രൈറ്റീരിയ തീരുമാനിക്കുക. ആ ക്രൈറ്റീരിയയിൽ കഴിഞ്ഞ പ്രാവശ്യം തീരുമാനിച്ച ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞങ്ങൾ അല്ല എന്തായാലും നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കും മാഷ് തന്നെ നേരത്തെ പറഞ്ഞതാണ്. നയിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയില്ലേ? അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചില്ല. ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും അത് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നേതൃനിരയിൽ ഇന്നുള്ളത് ഏറ്റവും പ്രമുഖനായ സഖാവ് പിണറായി തന്നെയാണ്, മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും. അതുകൊണ്ട് അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. റൈറ്റ്. അപ്പോൾ സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഏതെങ്കിലും തരത്തിൽ ഒക്കെ പ്രതിഫലിച്ചിട്ടുണ്ടാകാമെന്നുള്ള പൊതുവിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. രാഷ്ട്രീയ നിരീക്ഷകർ ആ നിലയ്ക്ക് പറയുന്നു, മാധ്യമങ്ങളും പറയുന്നു. അപ്പോൾ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികളിൽ ഒരാൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് കൂടിയാണ് അത് താഴേക്ക് ചർച്ചയാവുക. അത് ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ സാഹചര്യത്തിൽ അത് വലിയ പ്രചാരണ വിഷയമാക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുകയും ചെയ്യും. അപ്പോൾ പിന്നെ അതൊരു റിസ്ക് അല്ലേ മാഷേ? ഒരു റിസ്ക്കും ഇതിനകത്തില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വിശകലനം ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഭരണവിരുദ്ധ വികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ തിരിച്ചടിയോ അല്ലെങ്കിൽ ഈ പരാജയമോ ഉണ്ടായത് എന്ന് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഗവൺമെൻറ്റിന് അനുകൂലമാണ് സാഹചര്യം. ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഇത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഈ അംഗീകരിക്കുന്ന നിലപാട് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ട് പറയുന്നത്, നയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും CPIM-നെയും ഒക്കെ നയിക്കുന്നതിൻ്റെ മുൻപന്തിയിൽ ഒരാൾ മാത്രം നയിക്കുക എന്നുള്ളതല്ല, മുൻപന്തിയിൽ സഖാവ് പിണറായി വിജയനായിരിക്കും എന്ന കാര്യം സംശയത്തിനിടയില്ലാത്ത രീതിയിൽ ഞാൻ വ്യക്തമാക്കുകയാണ്. ഈ മുന്നണി വിപുലീകരണം എന്നതിപ്പോൾ അജണ്ടയിലുണ്ടോ? ആരെങ്കിലുമൊക്കെ ഇനിയും പുതുതായി വരാൻ സാധ്യതയുണ്ടോ? ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വെച്ചാൽ ജനങ്ങളാണ് വരികയില്ല. അല്ലാതെ ജനങ്ങൾ പാർട്ടിയെ ചേർത്തുകൊണ്ട് വിപുലീകരിക്കുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട ഉദ്ദേശം. ജനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം ഗവൺമെൻറ്റിനെ നിലനിർത്തുന്ന നല്ലപോലെ ജനങ്ങൾ അനുകൂലമായിട്ട് എന്താ തീർച്ചയായും. എന്തായാലും വിവിധ വിഷയങ്ങൾ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള നിലപാട് വളരെ കൃത്യമായി ഇപ്പോൾ അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് അധിക്ഷേപിച്ച നിലപാടിനെ എന്തായാലും തള്ളിപ്പറയുന്നു എന്നത് വളരെ വ്യക്തമാണ്. ബാക്കി കാര്യങ്ങളിൽ ഇപ്പോൾ ഇത്തരം ആളുകളുമായി ഇത്തരം സംഘടനകളുമായൊക്കെയുള്ള സഹകരണം എന്നത് സംബന്ധിച്ച് എന്ത് നിലപാടാണ് പാർട്ടി കൈക്കൊള്ളുക എന്നത് സംബന്ധിച്ച് ഒരുപക്ഷെ നമ്മളിനി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇതുവരെയുള്ള ഈ വിശദീകരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. പക്ഷേ അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ അപ്പുറത്ത് എല്ലാ മുന്നണികളെയും ഇപ്പോൾ BJP-യെ അവരുടെ വർഗീയ അജണ്ട വെച്ച് തന്നെയാണ് പാർട്ടി അതിനെ ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി നേരിടുന്നതെങ്കിൽ കോൺഗ്രസ് സഹകരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായാണ്. മുസ്ലിം ലീഗിന് അത്തരത്തിൽ വർഗീയമായ ഒരു പ്രചാരണ സ്വഭാവമുണ്ട് എന്നതൊക്കെ ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ആരോപണങ്ങളാണ്. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് സഭാ നേതൃത്വം ഇത്തവണയും UDF-നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കാനുള്ള ആലോചനയിലാണ്. അതുമായി ബന്ധപ്പെട്ട് ലത്തീൻ കത്തോലിക്ക അതിരൂപത ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഇന്നിപ്പോൾ പുറത്തു വന്നു. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സഹായിച്ചതാണ് എന്ന് VD സതീശനോട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ തുടർന്ന് സഹായിച്ചാൽ അതിൻ്റെ നേട്ടമുണ്ടാകും എന്ന് തന്നെ ബിഷപ്പ് പറയുന്ന വാക്കുകളാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും വർഗീയ കക്ഷികളാണ് അല്ലെങ്കിൽ വർഗീയ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സാമുദായിക ശക്തികൾ അവരെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അതൊരു തിരിച്ചടിയാവുകയും ചെയ്യുമോ? അല്ല, ഞങ്ങളിതിൽ ഒരു കൃത്യമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണല്ലോ, നിലപാടുകളും നയങ്ങളും വെച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കർണാടകത്തിലാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ട ബുൾഡോസർ രാജിൻ്റെ ഭാഗമായി നൂറുകണക്കിന് ദളിതരെയും അതുപോലെ തന്നെ മുസ്ലിം പാവപ്പെട്ടവരെയും അടിച്ചു ഓടിച്ചത്, അതുപോലെ തന്നെ ബുൾഡോസർ വെച്ച് വീട് തകർത്തത്. കേരളം ഒഴിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ക്രിസ്മസ് ഉൾപ്പെടെ ആഘോഷിക്കാനാവാത്ത നിലയിലുള്ള സംഘർഷഭരിതമായ സാഹചര്യം നമ്മൾ കണ്ടതാണല്ലോ. ഇവിടെ മാത്രമല്ല, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ അതിപ്പോൾ ഇവിടെ ആദ്യം നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പേരേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ നിന്നും.
അത് ശശി തരൂരിൻ്റെ പേരായിരുന്നു. ആ ശശി തരൂരിനോടൊപ്പം ദിഗ്വിജയ് സിംഗ് ചേർന്നിരിക്കുകയാണ്. ഇനിയും ആളുകൾ ചേരാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ബംഗാളിൽ നിന്നൊക്കെ. അവരൊക്കെ BJPക്ക് അനുകൂലമായ നിലപാടുകളും അവരെ കണ്ടുകൊണ്ട് ചർച്ച ചെയ്യുന്ന നിലപാടിലേക്കും കാര്യങ്ങൾ വരികയാണ്. മറ്റത്തൊരു ഇവിടെ ഏറ്റവും അവസാനം ഇവിടെ അത് തന്നെയാണ്. ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ട് നിന്ന DCCയുടെ നേതാവ് ഉൾപ്പെടെ ഒറ്റ ദിവസം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനത്തിലേക്ക് വരാനുള്ള സാധ്യതയെ തകർക്കുന്നതിന് വേണ്ടി ഒരു മിനിറ്റ് കൊണ്ട് BJP ആയിട്ട് ചേരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. BJPയുമായിട്ട് നല്ല രീതിയിൽ ഡീലുണ്ടാക്കി മുഴുവൻ കോൺഗ്രസ്സുകാരും അതിൻ്റെ ഭാഗവാക്കായി മാറുക, 8 ആൾ മാറുകയാണ്. എന്നിട്ട് BJPയോടൊപ്പം ചേർന്ന് ഭരണം പിടിക്കുകയാണ്. ഇതിന് യാതൊരു മടിയില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇവർക്ക് തമ്മിൽ അതിൽ വരമ്പുകളില്ല, അത് രേഖ പോലുമില്ല. അവരുടെ നിലപാടുകളാണത് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് പ്രചരിപ്പിക്കുന്നത് മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് CPIM-ഉം BJPയുമാണ് ഡീല് എന്നുള്ള പ്രഖ്യാപനം നടത്തുകയാണ്, പ്രചരണം നടത്തുകയാണ്. എന്നിട്ട് അവർ തന്നെ ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെടും. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തന്നെ ഭാഗമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ BJP വിജയത്തിന് പിന്നിൽ കോൺഗ്രസിൻ്റെ വളരെ വ്യക്തമായ പിന്തുണയില്ലേ? ആ പിന്തുണ നേടിക്കൊണ്ടല്ലേ അവർക്ക് അവിടെ 41 സീറ്റിൽ BJP ജയിച്ച 41 സീറ്റിൽ കോൺഗ്രസിന് 1000-ൽ കുറവായ സീറ്റ് കിട്ടിയത്, അല്ല വോട്ട് കിട്ടിയത്. ഇതേപോലെ തന്നെയാണ് മറുഭാഗത്തും. BJP കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അന്തർധാര കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയെല്ലാമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ട് വരുമ്പോൾ വർഗീയതയെ ഫലപ്രദമായിട്ട് എതിർക്കാൻ സാധിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ പട്ടികയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും നിലവിൽ കോൺഗ്രസ് ഉള്ളത് എന്ന കാര്യം വ്യക്തമാണ്. ആ നിലപാട് വെച്ചുകൊണ്ട് ആരെല്ലാം പിന്തുണക്കും ആരെല്ലാം പിന്തുണക്കില്ല എന്നുള്ളതെല്ലാം ഇന്നത്തെ പരിതസ്ഥിതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. അത് വരും രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനാവും. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ വർഗീയതക്കെതിരായി, അത് ഭൂരിപക്ഷ വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്. ഈ 2 വർഗീയതക്കെതിരായിട്ട് ജനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വരുമെന്നാണ് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചു എന്ന് ഞാൻ പറയുന്നത്. അത് തന്നെയായിരിക്കും ഇപ്പോഴും ഇനിയും വരാൻ പോകുന്ന സാഹചര്യം. ആരുടെയെങ്കിലും ഒരു പ്രത്യേക തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രം കേരളത്തിലെ ജനങ്ങൾ നിലപാട് സ്വീകരിക്കുമെന്ന് പറയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് അവരുടെ അനുഭവവേദ്യമായ സാഹചര്യം വെച്ചുകൊണ്ട് ജനങ്ങൾ ഈ വർഗീയതക്കെതിരായിട്ട്, ഈ 2 വർഗീയതക്കെതിരായിട്ടും ജനാധിപത്യ മൂല്യങ്ങളോടുകൂടി നമുക്കറിയാം ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നുള്ള വികസന പാതയിലേക്ക് വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരൊറ്റ കാര്യം കൂടെ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. വെള്ളാപ്പള്ളിയിൽ തുടങ്ങി ഏതാണ്ട് വെള്ളാപ്പള്ളിയിൽ അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ടെങ്കിലും, അതായത് CPIക്കെതിരെ രൂക്ഷമായി ഇന്നലെയും വെള്ളാപ്പള്ളി നടേശൻ കടന്നാക്രമണം നടത്തിയിട്ടുണ്ട് CPIക്കെതിരെ. ആ കാര്യത്തിൽ CPMൻ്റെ പ്രതികരണം എങ്ങനെയാണ്? ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ആ നിലപാട് തുടരുന്നതിനെ എങ്ങനെ കാണും? അല്ല, ഞാൻ അതിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഞങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും കാണുന്നത് CPIM-ഉം CPIയുമാണ്. അപ്പോൾ നല്ല രീതിയിൽ യോജിച്ച് മുന്നോട്ടേക്ക് പോകാനാണ് CPI ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിനെതിരായിട്ട് വരുന്ന ഒരു തരത്തിലുള്ള പ്രയോഗവും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. ഞാൻ ആദ്യം വ്യക്തമാക്കിയതാണ്, ഇപ്പോഴും വ്യക്തമാക്കുകയാണ്. റൈറ്റ്, നന്ദി മാഷേ. ഇപ്പോൾ ഈ ഘട്ടത്തിൽ രാവിലെ വലിയ തിരക്കുകൾക്കിടയിൽ വലിയ ആലോചനകൾക്കും കൂടിയാലോചനകൾക്കും ഒക്കെ ഇടയിലായിരിക്കുമല്ലോ ഇപ്പോൾ മാഷ്. അതിനിടയ്ക്ക് ന്യൂസ് മലയാളത്തോട് സഹകരിക്കാനും ലീഡേഴ്സ് മോർണിംഗിൽ എത്തി ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും സമയം കണ്ടെത്തിയതിന് വളരെ നന്ദി. വളരെ സന്തോഷം. റൈറ്റ്, അപ്പോൾ മിക്കവാറും ഈ സമീപ കാലത്ത് സംഭവിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളിലെല്ലാം തന്നെ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം എത്തിയിട്ടുണ്ട്. വളരെ പരിമിതമായ സമയമാണുള്ളത്. ആ സമയത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞു.